എരുമേലിയിൽ വൻ ഭക്തജന തിരക്ക്. ഭക്തരെ അശാസ്ത്രീയമായി തടഞ്ഞിട്ടിരിക്കുന്നു എന്ന് പരാതി. പൊരിവെയിലത്ത് കുടിവെള്ളം പോലും കിട്ടാതെ വലയുകയാണെന്ന് ഭക്തർ. മിഥുൻ മുരളി ചേരുന്നു. മിഥുൻ, മകരവിളക്കിനോടനുബന്ധിച്ച് വലിയ ഭക്തജന തിരക്കുണ്ടാകും എന്നുള്ളത് നേരത്തെ തന്നെ അറിയാവുന്ന കാര്യമാണ്. പക്ഷേ അശാസ്ത്രീയമായ നിയന്ത്രണങ്ങൾ കാരണം അത് അത്തരത്തിലുള്ള തിരക്കേറുന്നു എന്നുള്ള പരാതി ഉയരുകയാണ്. ഇപ്പോൾ എരുമേലിയിൽ വലിയ രീതിയിലുള്ള ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് എന്ന് മാത്രമല്ല, കുടിവെള്ളം പോലും കിട്ടാതെ വലയുകയാണ് ഭക്തർ എന്നുള്ളൊരു ആക്ഷേപം കൂടി ഉയരുന്നുണ്ടല്ലോ. രോഹിണി, ഈ മകരജ്യോതി കാണുന്നതിനും മറ്റുമായിട്ട് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെയുള്ള ഭക്തർ ഈ മകരസംക്രമ നാളിന് തൊട്ടടുത്ത ദിവസങ്ങളിൽ സന്നിധാനത്തേക്ക് എത്തുന്നതിനുള്ള ശ്രമം നടത്തുക സ്വാഭാവികമാണ്. അവർ എരുമേലി, പന്തളം, പമ്പ എന്നിവിടങ്ങളിലൊക്കെ തമ്പടിക്കും. കാരണം സന്നിധാനത്തേക്ക് കടത്തിവിടുന്നതിന് നിയന്ത്രണമുണ്ട്. സ്പോട്ട് ബുക്കിങ്ങിലും വെർച്വൽ ക്യൂ ബുക്കിങ്ങിലും ഒക്കെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പരിമിതപ്പെടുത്തിയിരിക്കുകയാണ് ഭക്തജനങ്ങളെ മല കയറ്റുന്നതിൽ. അതുകൊണ്ട് തന്നെ ഭക്തജനങ്ങൾക്ക് വിവിധ ഇടങ്ങളിൽ, ഇടത്താവളങ്ങളിൽ, അതോടൊപ്പം തന്നെ മകരജ്യോതി ദർശിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തുന്നതിന്റെ ഭാഗമായി തൊട്ടടുത്ത ഭാഗങ്ങളിൽ, സന്നിധാനത്തോട് ചേർന്ന ഭാഗങ്ങളിലൊക്കെ ഭക്തജനങ്ങൾ ഈ ദിവസങ്ങളിൽ എത്തുന്നതിനുള്ള സാധ്യതയും ഉണ്ടാകും. പക്ഷേ ഈ കാര്യങ്ങളിലൊന്നും മുന്നൊരുക്കങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമായി മാറുകയാണ് എരുമേലിയിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന തിരക്ക്. സ്വാഭാവികമായ തിരക്ക് കഴിഞ്ഞ ദിവസം വരെ എരുമേലിയിൽ അനുഭവപ്പെട്ടിരുന്നു. പേട്ടതുള്ളലിൽ പങ്കെടുക്കുന്നതിനുമൊക്കെയായിട്ട് ഭക്തജനങ്ങൾ ധാരാളമായി ഇത്തവണ എരുമേലിയിലേക്ക് എത്തിയിരുന്നു. അയൽ സംസ്ഥാന ഭക്തജനങ്ങളുടെ എണ്ണത്തിൽ വലിയ വർധനവ്, എരുമേലിയിലേക്ക് എത്തിയ ഭക്തജനങ്ങളുടെ എണ്ണത്തിൽ വലിയ വർധനവ് ഇത്തവണ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ എരുമേലിയിൽ ഏത് തരത്തിലുള്ള സജ്ജീകരണമാണ് ഒരുക്കേണ്ടതെന്നടക്കമുള്ള കാര്യങ്ങളിൽ ക്രമീകരണങ്ങൾ നേരത്തെ തന്നെ തയ്യാറാക്കേണ്ടതായിരുന്നു. ആ കാര്യത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അത് നേരത്തെയും സംഭവിച്ചതാണ്. കാരണം കാനനപാത വഴി പോകുന്ന ഭക്തരെ തടയുന്നതും കൂടുതൽ ഭക്തജനങ്ങളെ എരുമേലി അഴുതക്കടവ് പാതയിലൂടെ കടത്തിവിടാതിരിക്കുകയും തുടർന്ന് ഭക്തജനങ്ങൾക്ക് പ്രതിഷേധിക്കേണ്ട സാഹചര്യമൊക്കെ ഉണ്ടാവുകയും ഒക്കെ ചെയ്തത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ്. മകരവിളക്ക് തീർത്ഥാടനം ആരംഭിച്ചതിനു ശേഷമുള്ള എല്ലാ ദിവസങ്ങളിലും ഭക്തജനങ്ങളുടെ വലിയ പ്രതിഷേധം എരുമേലിയിലും പരിസര പ്രദേശങ്ങളിലും, എരുമേലി, അഴുതക്കടവ്, മറ്റ് കാളകെട്ടി തുടങ്ങിയ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്നു. അതിനുള്ള കാരണം ഈ തിരക്ക് വർദ്ധിക്കുകയും എരുമേലിയിൽ തിരക്ക് വർദ്ധിക്കുകയും എരുമേലിയിൽ നിന്നും ഭക്തജനങ്ങൾ കാൽനടയായി അഴുത, കാളകെട്ടി തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക്, കാനന കേന്ദ്രങ്ങളിലേക്ക് എത്തുകയും അവിടെ അവരെ തടയുകയും അവർക്ക് വീണ്ടും മടങ്ങി ഈ കാൽനടയായി സഞ്ചരിച്ച ഭാഗങ്ങളിൽ എരുമേലിയിലേക്ക് തന്നെ തിരികെ മടങ്ങേണ്ട വരുന്ന സാഹചര്യവും, എരുമേലിയിൽ നിന്ന് ബസ് മാർഗം, വാഹനമാർഗം പമ്പയിലെത്തി മല കയറേണ്ട സാഹചര്യമൊക്കെ ഉണ്ടാവുകയും ഒക്കെ ചെയ്തത് കഴിഞ്ഞ ദിവസങ്ങളിലാണ്. അത് അശാസ്ത്രീയമായിട്ട് ഈ എരുമേലിയിലെ തിരക്കും ഭക്തജനങ്ങളെ കടത്തിവിടുന്ന സംവിധാനത്തിലുമൊക്കെ ഉണ്ടായിരിക്കുന്ന പാളിച്ചകളായിരുന്നു ഇത്തവണ ഈ പ്രശ്നം വലിയ രീതിയിലുള്ള പരാതികൾ ഉണ്ടാകുന്നതിന് ഇടവരുത്തിയത്. ആ പരാതി ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് എരുമേലിയിൽ നിന്നും ഈ നിമിഷവും കാണുന്ന പരാതികൾ ഉയർന്നു വരുന്ന, ഭക്തരുടെ ഭാഗത്തു നിന്ന് പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്ന ഒരു പശ്ചാത്തലത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഇപ്പോൾ ഭക്തജനങ്ങളെ വടം കെട്ടി എരുമേലിയിൽ പല ഇടങ്ങളിൽ തടഞ്ഞിരിക്കുകയാണ്. ഈ പോലീസിന്റെ വാഹനം ഉൾപ്പെടെ കുറുകെ ഇട്ടുകൊണ്ട് ബാരിക്കേഡുകൾ വെച്ചുകൊണ്ട് ഭക്തജനങ്ങളെ തടഞ്ഞു നിർത്തുന്നുണ്ട്. വെയിലുള്ള കാലാവസ്ഥയാണ്, പൊരി വെയിലാണ്. കുട്ടികളടക്കം ധാരാളം ഭക്തജനങ്ങൾ എരുമേലിയിൽ ബുദ്ധിമുട്ടുന്നുണ്ട്, ദുരിതത്തിലാണ് എന്നുള്ള കാര്യമാണ് ഭക്തജനങ്ങൾ പരാതിയായി മാധ്യമങ്ങളെ, ജനജീവിയെ അറിയിക്കുന്നത്. ഇങ്ങനെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് അവിടെ നേരിടുന്നു. കുടിവെള്ളം ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ലഭിക്കുന്നില്ല, കുടിവെള്ളം ലഭിക്കുന്നില്ല, മറ്റ് ഭക്ഷണം കഴിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ, ഈ ബാരിക്കേഡിനുള്ളിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ, അങ്ങനെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ എരുമേലിയിൽ ഭക്തജനങ്ങൾ നേരിടുന്നു എന്നുള്ളതാണ് പ്രശ്നമായി അറിയിക്കുന്നത്. സ്വാഭാവികമാണ്, സന്നിധാനത്ത് ഭക്തജനങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിൽ പരിമിതികൾ ഭക്തജനങ്ങളെ കയറ്റിവിടുന്നതിന് ഏർപ്പെടുത്തിയിരിക്കുന്നു. അത് സ്വാഭാവികമാണ്, നമുക്ക് അംഗീകരിക്കേണ്ടതുണ്ട്. പക്ഷേ അപ്പോഴും ഈ എത്തുന്ന ഭക്തജനങ്ങളെ ശാസ്ത്രീയമായി തന്നെ അവിടെ നിലയുറപ്പിക്കുന്നതിന് വേണ്ടി, അവർക്ക് വിരിവെക്കുന്നതിന് വേണ്ടി മറ്റ് സൗകര്യങ്ങൾ ക്രമീകരിച്ച് നൽകുന്നതിനുള്ള ഇരിക്കുന്ന വീഴ്ചയാണ് വലിയ രീതിയിൽ ഇപ്പോൾ ഭക്തജനങ്ങൾ എരുമേലിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതിന് ഇടവരുത്തിയിരിക്കുന്നത്. ഇതിന് സമാനമാണ് പമ്പയിലും നിലയ്ക്കലുമെല്ലാം അവസ്ഥ. ഈ അശാസ്ത്രീയമായി തന്നെ ഭക്തജനങ്ങളുടെ ഈ ക്രമീകരിക്കുന്നതിന് വേണ്ടി, അവർക്ക് വിരിവെക്കുന്നതിനടക്കമുള്ള, വിശ്രമിക്കുന്നതിനടക്കമുള്ള സൗകര്യങ്ങൾ ക്രമീകരിക്കുന്നതിൽ വലിയ വീഴ്ച സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള പരാതികൾക്ക് അടിസ്ഥാനമായി ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ബാരിക്കേഡിനുള്ളിലും വടം വെട്ടി നിയന്ത്രിച്ചിരിക്കുന്ന ആ പ്രദേശത്തുമൊക്കെ പോലീസ് വാഹനങ്ങൾ കുറുകെയിട്ടുമൊക്കെ ഭക്തജനങ്ങളെ ഇപ്പോൾ എരുമേലിയിൽ ശരി മിഥുൻ, എരുമേലിയിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഭക്തരെ അശാസ്ത്രീയമായി തടഞ്ഞിട്ടിരിക്കുന്നു എന്നാണ് പരാതി ഉയരുന്നത്. പൊരിവെയിലത്ത് കുടിവെള്ളം പോലും കിട്ടാതെ വലയുകയാണെന്ന് ഭക്തർ ആരോപിക്കുന്നു. മിഥുൻ മുരളിയാണ് വിവരങ്ങൾ നൽകിയത്.